നമുക്ക് ആ കാറ് വരുന്നതിന്റെ താനാള് കൊള്ളാലോ, നല്ല ടൈമിംഗ് കേട്ടോ, അസലായിട്ടുണ്ട്. കറക്റ്റ് കള്ളൻ അല്ലേ? ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ചേട്ടായി, ഇതിലെ വിഷം കള്ളം വിഷമായിരുന്നു. ഇത് എത്ര വർഷമായി ഇത് തന്നെ. ഈ പിടിച്ചോടെയും പോക്കരടെയും മോഷണം അല്ലാണ്ട് വേറെ ഒരു നല്ല വിഷം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി, പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. എന്തിന് പേര് പോലും മാറ്റില്ല. നീ കേട്ടിട്ടില്ലേ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള, വേലക്കാരി ജാനു, നാട് വിട്ടുപോയി തിരിച്ചു വരുന്നവന്റെ പേര് ഉണ്ണി. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. പക്ഷെ എന്നെ കള്ളമേഷത്തിന് വിളിക്കണ എന്റെ കോലം കൊണ്ടാന്ന് ചേട്ടൻ പറയരുത്. രജനീകാന്ത്, ധനുഷും ശ്രീനിവാസനൊക്കെ ഈ കോല. പക്ഷെ അവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാലോ. ഓ, ഊഞ്ഞാലാട്ടിയതല്ലേ? നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ ഇടാ. നിന്റെ കാര്യം ഞാൻ അരവിന്ദ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാവും, നീ ധൈര്യട്ടോ. ഇനിയിപ്പോ പഗ്ഗിനൊരു സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ പോയി. ചേട്ടായി, അരവിന്ദ് സാറിന്റെ പടത്തില് നായകനായിട്ടായിരിക്കൂലേ മേക്കപ്പ് ഒക്കെ ഇട്ട്? അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവില്ലട്ടാ. ഏത് ചേട്ടൻ ചൂടാവണെന്നല്ല എനിക്കറിയാം, ടോണല്ലേ ഇത്. ഞാൻ ശരിക്കും ചൂടായതാണ്. നായകനാണെന്ന് നടക്കണം, എന്നൊന്നും പറയിപ്പിക്കണ്ട. എന്റെ പഴയ നെക്സ്റ്റ് സ്വഭാവം എടുപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേറ് പേഴ്സണാ. എന്താ പറഞ്ഞത്? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എടി എന്താണ് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഇപ്പോഴും അമ്മ എന്നാ പറയുന്നത് അച്ചായിക്ക് മനസ്സിലാവുന്നില്ലേ? ഈ 20 വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മിണ്ടാമേലാത്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയേ? കല്യാണം കഴിഞ്ഞുള്ള ലൗകിക ജീവിതത്തിൽ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു മിണ്ടാപ്രാണിനെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഇവളിങ്ങനെ ആംഗിക ഭാഷയിൽ എന്റെ തള്ളക്കുളിക്കൊന്നും അറിയാൻ പാടില്ല. ഇപ്പെന്താ പറഞ്ഞേ? അതുകൊണ്ടൊന്നുമല്ല അമ്മ കെട്ടിയത്. പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞു പുഴുങ്ങിയെടുത്തയാളെ വേറെ ആര് കെട്ടാനാന്ന്? ഞായറാഴ്ച അമ്മാവനൊക്കെ വരുന്ന കാര്യം അമ്മ പറഞ്ഞേ. അവര് വന്നിട്ട് പോട്ടെ ചായി. നിനക്കറിയില്ല നിന്റെ മാമന്? കട്ടപ്പന ചന്തപിജിന്ന് നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മാമൻ. അഥവാ എന്റെ നാറി അള്ളിയൻ. എന്താ പറഞ്ഞത്? ഇപ്പെന്താ പറഞ്ഞത്? അമ്മാവനൊക്കെ എന്തായാലും വരും. അച്ഛനെ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് നോക്കോളാൻ. എന്താടി പറഞ്ഞത്? അടുത്തതിന്റെ കാണക്കൊറ്റി നോക്കട്ടെ. അളിയ വന്നോട്ടെ, നിന്റെ ആളെ വന്നോട്ടെ, അവളുടെ അമ്മാവനും വന്നോട്ടെ. സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാൽ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. ലോകം അറിയപ്പെടുന്ന നായക നടനാവണം. അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടും.
ഒരു വെട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. പല്ലും കൂടി കളയാം. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തി വരച്ചാലും ഒടുക്കത്തെ ഗ്ലാമറാ നീ. എൻ്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, രജനി ചേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളണേ. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സർ. A for acting, C for concentration, T for timing, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ പരിചയം പോലും കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. ദാസപ്പാ, ഞാൻ ഇറങ്ങാട്ടോ. ഓക്കെ എന്നാ. ഗുഡ് മോർണിംഗ്. വല്ല നല്ല കാര്യത്തിന് പോന്നിരിച്ചിട്ട് ഞാൻ പുറകിന്ന് വിളിക്കാൻ. ഞാൻ ബെസ്റ്റ്. എന്റെ കണി നീയല്ലോ കണി. ഇതിലും വേണം നീ പുറയെന്ന് വിളിക്കണമായിരുന്നു. ഇന്ന് അങ്ങോട്ട് പോവാ? അടിമാലിക്ക് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കണ്ട്. ഈ ബുള്ളറ്റിലാണ് അടിമാലിക്ക് പോകുന്നത്. ബുള്ളറ്റ് ഞാൻ ദാസപ്പന്റെ വീട്ടിൽ വെച്ചിട്ട് അവന്റെ ബെൻസിന് പോകോളാം. എന്നാ പിന്നെ ഞാൻ ആ എംബ്രോയിഡറി ചെയ്ത ഷർട്ട് ഇട്ട് പോകാൻ മേലായിരുന്നോ? അതിട്ട് പോയി ഉറപ്പായിട്ട് ചാൻസ് കിട്ടും. ഏത്? ആ ഓലമടലിന്റെ പടം തുന്നി പിടിപ്പിച്ച ഷർട്ടാ. ഓലമടലോ? അത് മയിൽപീലിയാ. എന്റെ കനി, നിന്റെ മയിൽപ്പീലി സമ്പൂർണ്ണ പരാജയട്ടോ. നിന്റെ എംബ്രോയിഡറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിക്കോളും. നീ പോയേ. ഓ പിന്നെ ഈ മോന്തം വെച്ചങ്ങ് ചെല്ലേ, ഇപ്പൊ കിട്ടും. ഈ പറയണ ആൾ എന്നാ ഗ്ലാമറാ. എടി പല്ലിൽ കമ്പ്യൂട്ടർ കുറെ ആളായില്ലേ, ഇതെന്നാ വാർക്കണേ. അതിന് എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കണ്ട. ഇയാള് കുറെ നാളായല്ലോ ഇപ്പൊ നായകനാകുന്നു പറയുന്നു. എന്നിട്ട് എന്തിയേ? അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു സാധാ ചുമട്ടൂലാരുടെ മോനാ. അതെ, ദുൽഖറിന്റെ വാപ്പ മാത്രമേ സിനിമാ നടനായിരുന്നുള്ളൂ. മമ്മൂട്ടിയുടെ വാപ്പ സിനിമാ നടനല്ലായിരുന്നു. നീ പോടി തീപ്പെട്ടി കൊള്ളി. ചേട്ടാ ഓക്കെ ഉള്ളല്ലേ? എല്ലാം ഓക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കുഴപ്പമില്ല. എടാ ഒരു കുഴപ്പമില്ലെന്ന്. ആ അടുത്ത ആള് കട്ടിങ് ആണോ ഷേവിംഗ് ആണോ? കട്ടിങ്. ഒന്നും കൂടി നോക്കിയേട്ടാ, ശരിക്കും നോക്കി. സുധീറേ, എടാ എല്ലാം ഓക്കെ ആയി. എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നേ. ചേട്ടാ ആദ്യമായിട്ട് കല്യാണം കഴിക്കണേ, വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ ഒരു സംഭവം. ചേട്ടത് മൂക്കിലൊരു രോമതപ്പുണ്ടല്ലോ. ഇവ മെനക്കേടാക്കും. എവിടെ മൂക്കിൽ അവന്റെ. അയ്യോ എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം, എന്റെ കല്യാണം, എന്റെ മൂക്കിന്റെ പാലം. അയ്യോ എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം. അയ്യോ അതെന്നത് ഒരു രക്തചന്ദന ഫേഷ്യൽ ചെയ്തതാ. ആള് സുന്ദരനായി. ചേട്ടാ ആ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? ഇല്ല, നല്ല ഒന്നാം തരം പപ്പായ ഫേഷ്യലിംഗ് ഉണ്ട്. പക്ഷെ 1500 രൂപ. 1500? ആ, വെളുക്കണമെങ്കിൽ മതി. സാറിന് ഞാൻ ശനിയാഴ്ച പൈസ ഒപ്പിച്ചിട്ട് വരാം. ഓ ആ, പോഴേക്കും ഫേഷ്യൽ കാക്കവത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാ കാര്യമാണ്.